ഹലോ, എല്ലാവർക്കും റാണീസ് രുചിക്കൂട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഇന്ത്യൻ റെസിപ്പിക്ക് പകരം ഒരു ഇറ്റാലിയൻ റെസിപ്പി നോക്കിയാലോ? നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് പാസ്ത ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. ഇറ്റാലിയൻ പാസ്ത നമ്മൾ ഇന്ത്യൻ സ്റ്റൈലിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നോക്കുന്നത് കേട്ടോ. പാസ്ത തന്നെ പലതരത്തിലുണ്ട്. ഇപ്പം എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന പെനെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടൈപ്പാണ്. ഇതൊരു 400 ഗ്രാംസിൻ്റെ പാക്കറ്റാണ്. ഞാനിതിലൊരു 3/4 എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മൾ 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുകയാണ്. എന്നിട്ട് ഈ പാസ്ത നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഈ പാസ്തയുടെ അളവിനേക്കാളും കുറച്ച് ലെവൽ കൂട്ടി നമ്മൾ വെള്ളം എടുക്കുകയാണ്. അതിലേക്ക് പാസ്ത ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് വേവിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പാസ്ത കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പക്ഷെ ഒരു കാര്യം കൂടെ, ഓവർ കുക്ക്ഡ് ആവാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. പാസ്തയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ബീൻസ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ആ ബീൻസ് കട്ട് ചെയ്യുമ്പോൾ വളരെ തിന്നായിട്ട്, കുറച്ച് ലോങ് ആയിട്ട് തിന്നായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ക്യാരറ്റ് കട്ട് ചെയ്യുമ്പോഴും അതേപോലെ ഇതുപോലെ കനം കുറച്ചിട്ട് തിന്നായിട്ട് കട്ട് ചെയ്യണം. അത് കാണാനുള്ള ഒരു ഭംഗി ഉണ്ടാവും, പിന്നെ വേകാനും എളുപ്പമുണ്ടാവും. വെജിറ്റബിൾസ് വേവിക്കുമ്പോൾ നമ്മൾ ഫുള്ളി കുക്ക് ചെയ്യാറില്ല, ഒരു ഹാഫ് ബോയിൽഡ് ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ബീൻസ് കട്ട് ചെയ്ത് വെച്ചു, പിന്നെ ഒരു ക്യാരറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു വൈറ്റ് ഓണിയൻ കട്ട് ചെയ്ത് വെച്ചു, പിന്നെ 2 കളറിലുള്ള ക്യാപ്സിക്കം ഹാഫ് വീതമാണ് ഞാൻ രണ്ടും എടുത്തിരിക്കുന്നത്. പിന്നെ 4 ടേബിൾ സ്പൂൺ മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. അത് ചീസൊക്കെ കൂടുതൽ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ചീസ് ചേർക്കാം കേട്ടോ. പിന്നെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ്. സാധാരണ ഒലിവ് ഓയിൽ നമുക്ക് കുക്കിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റില്ല, അത് കാരണം എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ തന്നെ ഉപയോഗിക്കണം കേട്ടോ. പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ പൊതുവെ പാസ്ത കഴിക്കാൻ ഇഷ്ടമാണല്ലോ അല്ലേ. പാസ്ത ഞാൻ ആകെ 300 ഗ്രാംസ് എടുത്തിട്ടുള്ളൂ. പക്ഷെ നോക്കൂ എത്ര വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ടെന്ന്. ഈസി ആയിട്ട് അവരെ വെജിറ്റബിൾസ് കഴിപ്പിക്കാനുള്ള വഴിയാണിതല്ലേ. അപ്പോൾ മാക്സിമം വെജിറ്റബിൾസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ നോക്കൂ കേട്ടോ. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ബ്രോഡായിട്ടുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ അതിലേക്ക് ഒഴിക്കുകയാണ്. ആദ്യം നമ്മൾ ചെയ്യണത് നമ്മുടെ ഓണിയൻ, വൈറ്റ് ഓണിയൻ ആണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ വൈറ്റ് ഓണിയൻ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നോർമൽ സവോളയില്ലേ, അത് ഉപയോഗിച്ചാലും മതി കേട്ടോ. അത് ഞാനൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് ഡീപ്പ് ഫ്രൈ പൊതുവെ നമ്മൾ ചെയ്യാറില്ല. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയുടെ ആ ഒരു പച്ച ചുവയൊക്കെ പോയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേർക്കാം കേട്ടോ. ഇത് 1 by 1 ആയിട്ടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, എല്ലാം കൂടെ നമുക്ക് ചേർക്കാം കേട്ടോ. ഞാനിവിടെ പറഞ്ഞല്ലോ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്ന കാര്യം കുക്കിങ്ങിന്. ഇനിയിപ്പോൾ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള കുക്കിംഗ് ഓയിൽസ് ഒക്കെ ഇല്ലേ, സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഉപയോഗിക്കാം കേട്ടോ. പക്ഷെ വെളിച്ചെണ്ണ വേണ്ട, വെളിച്ചെണ്ണ ഇതുമായിട്ട് ചേരില്ല കേട്ടോ. ഈ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടതിന് ശേഷം ഇതിനാവശ്യമുള്ള ഉപ്പും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുകയാണേ. ഞാനിതൊക്കെ ചെയ്യുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ. നമ്മൾ ഇന്ത്യൻ സ്റ്റൈലിൽ കുക്കിങ്ങിൽ സാധാരണ വെജിറ്റബിൾസൊക്കെ നല്ലോണം വേവിച്ചൊക്കെയല്ലേ എടുക്കുന്നത്. പക്ഷേ പാസ്തയ്ക്കൊക്കെ നമ്മളൊരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ പാസ്ത വെന്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഞാൻ ഈ വെജിറ്റബിൾസിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർക്കുന്നത്. ഒരുപാട് ഉപ്പ് ചേർക്കാതിരിക്കുകയാണ് നല്ലത്. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസും ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ നമ്മുടെ പാസ്ത ചേർക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് പെപ്പർ പൗഡറും കൂടെ ചേർക്കാം. എൻ്റെ കയ്യിലൊരു പെപ്പർ മില്ലുള്ളത് കൊണ്ട് ഞാൻ അതിൽ ക്രഷ് ചെയ്തിട്ടാണ് ഇടുന്നത്. പിന്നെ അങ്ങനെ പെപ്പർ മില്ലൊന്നും ഇല്ലെങ്കിൽ ഇത്തിരി പൊടിച്ചങ്ങ് ചേർത്താൽ മതി കേട്ടോ. നന്നായിട്ട് സ്പൈസി ആയിട്ടുള്ള പാസ്തയാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് കൂടുതൽ പെപ്പർ ചേർക്കുക. അതൊക്കെ അവനവൻ്റെ ആ ഒരു യുക്തത്തിന്. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള ചീസും കൂടെ ചേർക്കാം. ചീസ് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചീസ് ചേർക്കാം. അപ്പം ഞാൻ ഇതിനകത്തേക്ക് കുറച്ചും കൂടെ ഒലിവ് ഓയിൽ ചേർക്കുകയാണ്. ഞാൻ ആകെ 1 ടേബിൾ സ്പൂണേ യൂസ് ചെയ്തിട്ടുള്ളൂ. കുറച്ചും കൂടെ ഒലിവ് ഓയിൽ ചേർത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. പാസ്ത ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലേ. ഇത് നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിൽ ഇറ്റാലിയൻ പാസ്ത തയ്യാറാക്കിയിരിക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് കൊണ്ട് ചെറുതായിട്ടൊന്ന് ഗാർണിഷൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണേലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാവും. ഇടയിലൊരു കാര്യം കൂടെ,
ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. Till then, bye bye, take care.